ഓപ്പോയുടെ ഓപ്പോ റെനോ 13 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഈ പറയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ 13 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.595 1.5K റെസൊല്യൂഷനിൽ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. കേർവ്ഡ് ഡിസ്പ്ലേ വരാൻ ചാൻസ് ഇല്ല, പക്ഷേ പ്രോ വെർഷനിൽ കേർവ്ഡ് ഡിസ്പ്ലേ വന്നേക്കാം. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 1200 നിറ്റ്സ് ആയിരിക്കും. 3840 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. പിന്നെ ഇതിൽ മെറ്റൽ മിഡിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വന്നേക്കാം. IP68 69 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്തായിരിക്കും. അപ്പോൾ മികച്ചൊരു IP റേറ്റിംഗും ഈ ഒരു ഫോണിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ടിലാണെന്നുണ്ടെങ്കിൽ mediatek dimensity 8350 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഈ ഒരു ഫോണിന്റെ വില മിക്കവാറും 30,000 രൂപയ്ക്ക് മുകളിലായിരിക്കും വരിക. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കും ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ. പിന്നെ ഓപ്പോയുടെ റെനോ സീരീസിൽ വരുന്ന ഫോണാണ്. ഇപ്പം റെനോ സീരീസിൽ വരുന്ന ഫോണുകളുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് പ്രോസസ്സറോ പെർഫോമൻസോ ഒന്നുമല്ല, ക്യാമറ, ഡിസ്പ്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വന്നോളണം എന്നില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ വരും, നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള കളർവൈസ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. ഇത് സോണി IMX882 സെൻസർ അയക്കാം. പിന്നെ OSന്റെ സപ്പോർട്ട് വരും. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വന്നേക്കാം. ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം തിരക്കേണ്ടാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം. നല്ലൊരു ക്യാമറ പെർഫോമൻസ് എക്സ്പെക്റ്റും ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5600 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വന്നേക്കാം. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ January 9 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 31,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വരെ ഈ ഫോണിന്റെ വില എത്തിയേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഓപ്പോയുടെ റെനോ 13 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു ഓഫ്ലൈൻ ഫോണായിട്ടായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.